ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം ഈ നല്ല സമയത്ത് ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ചേർന്ന് ദൈവത്തിന്റെ വചന ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കുന്ന ഈ നല്ല സന്ദർഭങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സ്വർഗം അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിനായിരിക്കാം. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ബീന സിസ്റ്റർ, അതുപോലെ സ്തോത്രം മുമ്പ് ഒരു നല്ലൊരു ഗാനം പാടി നമ്മെ സന്തോഷിപ്പിച്ച കർത്താവിന്റെ ദാസി വളരെ മനോഹരമായിട്ടുള്ള ഗാനം പാടി ദൈവശക്തമാണ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ അടുക്കൽ ഇരിക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും അത് സ്വത്രം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അതായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് ശ്രദ്ധ ധരിക്കാം. നമുക്ക് വിശ്വസിക്കാം, ഇന്ന് പ്രഭാതത്തിലും എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ ശുശ്രൂഷയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സംസാരിക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടുകൂടെ, ബോധത്തോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിനായിരിക്കാം. വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. 6, 7, 8 വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം പരിശോധിക്കുമ്പോൾ 1 പത്രോസ് ലേഖനം എഴുതുന്ന പശ്ചാത്തലം ക്രൈസ്തവർ വളരെ പീഡനം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ വലിയ പീഡകളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. സമാധാനിപ്പിച്ചുകൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളിലും നിങ്ങളെ സഹായിപ്പാൻ, സൂക്ഷിക്കുവാൻ, നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ സമർപ്പിച്ചുകൊണ്ട്, സമാധാനിപ്പിച്ചുകൊണ്ട് എഴുതുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് പത്രോസിന്റെ ലേഖനം. ഈ ലേഖനത്തിലൂടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആര് വിഴുങ്ങേണ്ടുവെന്ന് ഭാവിച്ച് തിരഞ്ഞു നടക്കുന്നു. ദൈവത്തിന് ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ഭാഗം നമുക്ക് പരിശോധിക്കാം. ഇന്ന് സ്വതന്ത്ര പ്രഭാതത്തിൽ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വന്ന് പ്രാർത്ഥിപ്പാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഇതിന് 1-ാമത്തെ ഭാഗം വായിക്കുന്നത്, നമ്മൾ വായിച്ചതിന് 1-ാമത്തെ ഭാഗം, താഴ്മ ഉള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. സ്തോത്രം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അതിനു മുമ്പ് സ്തോത്രം 4-ാമത്തെ വാക്യം പറയുന്നത്, 4-ാമത്തെ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 4, 5 വാക്യം വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യം പറയുന്നത്, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ സ്തോത്രം 3 ഘട്ടങ്ങളാണ്. 1, മൂപ്പന്മാർക്ക് മുമ്പിൽ കീഴടങ്ങുവിൻ. 2, തമ്മിൽ കീഴടങ്ങുവിൻ. 3, ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുവിൻ. കേട്ടവരാമൻ പറഞ്ഞാൽ കാരണം വചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർക്കുന്നു, താഴ്മയുള്ളവരെ ദൈവം കടാക്ഷിക്കുന്ന ദൈവമാണ്. കാരണം വചനം പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, നാം താഴ്മയുള്ളവരാകാൻ തീരുമാനമെടുത്താൽ നമ്മെ ഉയർത്താൻ ദൈവത്തിന് ഇന്ന് പ്രഭാതത്തിലും പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, യേശുവിന് മുമ്പിൽ കാറ്റടങ്ങുന്നു, കടലടങ്ങുന്നു. നമ്മൾ സ്തോത്രം പത്രോസ് ലേഖനം പരിശോധിക്കുമ്പോൾ 3-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്ന ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചു പോയാൽ ഒത്തിരി വിഷയങ്ങൾ ബൈബിളിലുണ്ട്. അങ്ങനെ യേശുവിന് മുമ്പിൽ സകലതും കീഴ്പ്പെടുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നു, ഈ ദൈവത്തിന് മുമ്പിൽ നാം കീഴ്പ്പെടണം, നാം താഴ്മ ധരിക്കണം. അത് പറയാൻ കാര്യമുണ്ട്. കാരണം സ്തോത്രം, ഞാൻ ഉറപ്പിച്ചല്ലോ, കാറ്റടങ്ങുമ്പോൾ, കടലടങ്ങുമ്പോൾ പോലും ദൈവത്തിന് മുമ്പിൽ താഴ്മ ധരിക്കാൻ കഴിയാതെ പോകുന്ന ഒത്തിരി വിശ്വാസ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ദൈവം നമ്മോട് പറയുന്നു, ദൈവത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം ദൈവത്തിന് കൊടുപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഇന്നും സ്തോത്രം ശുശ്രൂഷകളിലാണെങ്കിലും അല്ലെങ്കിൽ യോഗങ്ങളിലാണെങ്കിലും ഒക്കെ അനാദരവോടുകൂടെ
അല്ലെങ്കിൽ സ്വതന്ത്രം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ സഹോദരൻ പലപ്പോഴും നമ്മൾ മീറ്റിംഗിൽ അവസാനിപ്പിച്ച് ആസ്വാദം പറഞ്ഞ് കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് സ്വതന്ത്രം ഈ രാവിലെ വളരെ കൃത്യമായ താക്കീത് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുകയാണ്. ദൈവത്തിന് തക്കതായ മഹത്വം കൊടുത്ത്, ദൈവത്തിന് തക്കതായ മാനം കൊടുത്ത്, ദൈവത്തിന് മുമ്പിൽ താഴ്മ ധരിപ്പാൻ ഇടയായാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ മാനിപ്പാൻ ശക്തനാണെന്നുള്ള യാഥാർത്ഥ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. ഇവിടെ പറയുന്നു, സ്വത്രം നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങുവൻ. 2, നിങ്ങൾ തമ്മിൽ കീഴടങ്ങുവൻ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു 24 മൂപ്പന്മാരും യേശുവിന് മുമ്പിൽ കിരീടങ്ങൾ താഴിട്ടുകൊണ്ട് ദൈവത്തെ സ്വത്രം ആരാധിക്കുന്ന സന്ദർഭം. ദൈവത്തിന് ഒന്ന് ഉറപ്പിച്ചതേ ഉള്ളൂ. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി വെളിപ്പെടാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ആ ഭാഗം പരിശോധിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന 1-2 ചിന്തയെന്ന് ഓർപ്പിച്ച് നമ്മുടെ വചനഭാഗത്തേക്ക് ദൂതുകളിലേക്ക് കടന്നു വരാൻ കർത്താവ് സഹായിക്കട്ടെ. അതിൽ 1-ാമത്തെ വാക്യം നമ്മളിപ്പോ വായിച്ചത്, നിങ്ങളിലുള്ള മൂപ്പന്മാരെ. അപ്പോൾ പത്രോസ് ഈ വിഷയം പറഞ്ഞു തുടങ്ങുന്നത് മൂപ്പന്മാരോടാണ്, അല്ലെങ്കിൽ ദൈവദാസന്മാരോടാണ്. ദൈവദാസന്മാരെ ഒരു കൂട്ടുമൂപ്പനും. അപ്പോൾ ആ ഭാഗം ആ 2 വാക്യത്തിൽ അടങ്ങുന്നത് സ്വതന്ത്രം പത്രോസ് പറയുകയാണ്, മൂപ്പന്മാരെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇടയിലുള്ള ഒരു കൂട്ടുമൂപ്പനാണ് ഞാനും. കേട്ടവരാമൻ പറഞ്ഞാൽ, ദൈവദാസന്മാരെ നിങ്ങളുടെ ഇടയിലുള്ളതായ ഒരു കൂട്ടുമൂപ്പനാണ് ഞാനും. പത്രോസ് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആ ഭാഗം പരിശോധിക്കുമ്പോൾ അതിന്റെ സ്വതന്ത്ര ചില നാളുകൾക്ക് മുമ്പ് പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് ചോദിച്ച ശിഷ്യന്മാരുടെ ഇടയിലുള്ളതായ പത്രോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരു കൂട്ടുമൂപ്പനാണ്. പത്രോസ് ആരാണ്? ഒരു മെഗാ ചർച്ചിന്റെ പാസ്റ്ററാണ്, അല്ലെങ്കിൽ 3000-ഓളം ആളുകളെ സ്നാനപ്പെടുത്തിയ ശുശ്രൂഷയിലേക്ക് മാർഗത്തിൽ കൊണ്ടുവന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. വളരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സ്റ്റാർ ആണ്, ഒരു സെലിബ്രിറ്റി എന്നൊക്കെ പറയാവുന്ന നിലയിലുള്ള വളരെ ശക്തമായ ശുശ്രൂഷ തികയ്ക്കുന്ന ഒരു ദേവദാസൻ പറയുന്നു, നിങ്ങളുടെ ഇടയിലുള്ള ഒരു കൂട്ടുമൂപ്പൻ, നിങ്ങളുടെ ഇടയിലുള്ള ഒരു കൂട്ടുമൂപ്പൻ. സ്വതന്ത്രം, ഞാൻ റവ എന്നൊന്നും പറഞ്ഞില്ല, ഞാൻ ആരും വിമർശിക്കുകയല്ല. എങ്കിലും പത്രോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലുള്ളതായി നിങ്ങൾ വേല ചെയ്യുന്നത് പോലെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. നിങ്ങളെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്വത്രം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പത്രോസ് പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം മൂപ്പന്മാർക്ക് ദൈവം എന്ത് ചെയ്യും? സ്വത്രം 4-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. അത് പ്രാപിക്കുമ്പോൾ നിങ്ങളോട് ചേർന്ന് ഞാനും അത് പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അതാണ്. ഇതിന്റെ പശ്ചാത്തലം, ഏതു സമയത്തും മരണത്തിന്റെ വാൾ തങ്ങൾക്ക് നേരെ ഓങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതു സമയത്തും റോമൻ ചക്രവർത്തിയുടെ അവരുടെ കൽപ്പന അനുസരിച്ചുള്ള പ്രതിസന്ധികൾ സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് പറയുന്നു, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചതിന്, നിങ്ങൾ ഓടിയതിനൊക്കെ എന്ത് ചെയ്യും? പ്രതിഫലം തരുന്നൊരു ദിവസം വരുമെന്നുള്ള പ്രത്യാശയുടെ പദമാണ് പത്രോസ് ഈ വചനത്തിന്റെ പ്രാരംഭ ഭാഗം പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്നാൽ നിങ്ങളെ ദൈവം മറക്കുകയില്ല. എത്ര വിശ്വാസമുണ്ട്! സ്വത്രം, ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നു, നാം ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്നാൽ നമ്മെ മറക്കാതെ നമ്മെ ഉയർത്താൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരുന്നാൽ ദൈവം നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വതന്ത്രം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നതായ ദൂതുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ്, നാം ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്നാൽ, ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവത്തോട് പറ്റിയിരുന്നാൽ, ദൈവത്തിന്റെ ബലമുള്ള കൈ നമ്മളെ ഈ ദിവസങ്ങളിൽ ഉയർത്തുവാൻ വേണ്ടി പോകുകയാണ്. അതിന് മറുവശമാണ് നാം ലാസ്റ്റ് വായിച്ചത്, ഉണർന്നിരിപ്പിൻ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ഏത് സമയത്തും നമ്മെ വിഴുങ്ങി നമ്മെ ഒതുക്കാൻ, ഒരിക്കലും പുറത്തു വരാതിരിക്കേണ്ടതിന് നമ്മെ തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതി പിശാച് അവന്റെ കലവറയിൽ ഒരുക്കുമ്പോൾ, അവന്റെ ആയുധത്തിന്റെ പുരയിൽ നമുക്കെതിരെ ഓങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, പിശാച് ഒതുക്കാൻ ശ്രമിക്കുന്ന ചിലരെ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം ഉയർത്തുവാൻ വേണ്ടി പദ്ധതി ഒരുക്കുന്നു. വിശ്വാസത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മെ ആണിയടച്ച് ഉറപ്പിച്ച് ഇനി ഒരിക്കലും ഉയർത്തത്തില്ലെന്ന് പറഞ്ഞ് നാം എത്രത്തോളം ബലമുള്ള ശക്തിയോടെ അവൻ നമ്മെ താഴ്ത്താൻ പദ്ധതി ഒരുക്കിയാലും ദൈവം നമ്മോട് പറയുന്നു, അങ്ങനെയല്ല, ഞാൻ നിങ്ങളെ ഉയർത്തുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു സാധാരണ പദമല്ല,
അതൊരു പ്രഖ്യാപനമാണ്. ഒരാമൻ പറഞ്ഞാൽ അതൊരു പ്രഖ്യാപനമാണ്. അത് പറയാൻ കാര്യം, പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിലുള്ളതായ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഇവിടെയുള്ളതായ ഉന്നതന്മാരോ ഇവിടെയുള്ളതായ അധികാരികളോ പറയുന്നൊരു പദമല്ല. ഇത് പറയുന്നത് ദൈവത്തിന്റെ വാക്കുകളാണ്. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. എങ്ങനെയാണ് ഉയർത്തുന്നത്? ദൈവത്തിന്റെ ബലമുള്ള കൈകൾ കൊണ്ട് ഞാൻ നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. നമുക്കറിയാം ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത. വചനം പറയുന്നു, യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ കരം ഉന്നതമായിരിക്കുന്നു. വചനം പറയുന്നു, യഹോവയുടെ കരം മോശയുടെ കരത്തോട് ചേർന്ന് വന്നപ്പോൾ ആഴിയിലെ വെള്ളങ്ങൾ എന്ത് ചെയ്തു? ചെങ്കടൽ രണ്ടായി മാറി. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നു, നമ്മുടെ സാധാരണ ബലഹീനതയുള്ള കരത്തോടുകൂടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നാൽ നമ്മുടെ മുമ്പിൽ ചില ചെങ്കടലുകൾ മാറുകയാണ്. പലരും ദൈവസ്ഥാനതയിൽ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്തുകൊണ്ട് എന്റെ മുമ്പിൽ ചെങ്കടൽ മാറുന്നില്ല, എന്റെ മുമ്പിൽ പ്രതിസന്ധികൾ വഴി മാറുന്നില്ല? എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നു, നമ്മുടെ ബലഹീനതയുള്ള കരത്തോട് ചേർന്ന് ദൈവത്തിന്റെ ഭുജം ഇറങ്ങി വരുമ്പോൾ, നമുക്ക് ഭാഗം ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവാചക പുസ്തകം 63 അധ്യായം അതിന്റെ 12 വാക്യം ഒന്ന് വായിച്ചാൽ. 63:12. യെസ്. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈയാൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടപെടാതെ മരുഭൂമിയിൽ കുതിരയെപ്പോലെ അവരെ ആഴങ്ങൾ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? ഇവിടെ വായിക്കുകയാണ്, സ്തോത്രം, ദൈവത്തിന്റെ കരം മോശയുടെ കരത്തോട് ചേർന്ന് വരികയാണ്. മോശയുടെ സാധാരണ കരത്തോട് ചേർന്ന് വന്നപ്പോൾ അസാധാരണമായ സംഭവങ്ങൾ തന്റെ മുമ്പിൽ കാണാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നതായ ദൈവജനത്തോട് എനിക്ക് പറയാനൊരു ദൂതുണ്ട്. നിങ്ങളുടെ ബലഹീനതയുള്ള കരത്തോട് ദൈവത്തിന്റെ കരമിറങ്ങി വരുമ്പോൾ ആഴിയിലെ വെള്ളങ്ങൾ എന്ത് ചെയ്യും? വകഞ്ഞു മാറും. ഉണങ്ങിയ നിലത്തൂടെ നടത്താൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവം വിശ്വസ്തനാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ ദൂത് ആവർത്തിക്കുകയാണ്. നമ്മുടെ സാധാരണ കരത്തോട് ചേർന്ന് ദൈവത്തിന്റെ കരമിറങ്ങി വന്നാൽ അസാധാരണമായ സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തെടുപ്പാൻ ഇടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴിൽ താണിരുന്നാൽ ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. അവിടെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, എങ്ങനെ ഉയർത്തുന്നു? അവൻ നമ്മെ ഉയർത്തുന്നത് തക്ക സമയത്താണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസലോ. ഏതെങ്കിലും സമയത്തിലല്ല, വല്ല സമയത്തിലുമല്ല, പലപ്പോഴും അല്ല, എപ്പോഴെങ്കിലുമല്ല, ദൈവത്തിന്റെ സമയത്തിലാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നു, ദൈവം സ്വന്തം തന്റെ പദ്ധതിയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ ഒരു സമയമുണ്ട്. ആ സമയം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ സമയത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം ചെയ്യും അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പിനിടയാകും. അതുകൊണ്ട് വചനം പറയുകയാണ്, ദൈവത്തിന്റെ ആ ബലമുള്ള കരങ്ങൾക്ക് കീഴിൽ നാം താണിരിക്കുമ്പോൾ ദൈവം നമ്മെ തന്റെ തക്ക സമയത്തിൽ ഉയർത്താൻ ഇടയാകുകയാണ്. അപ്പോൾ ഉയർത്തും രണ്ട് തക്ക സമയമാണ്. പ്രിയപ്പെട്ടവരെ, യേശു എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് തക്ക സമയമാണ്. വിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം സ്തോത്രം, യേശു പ്രവർത്തിക്കുന്നത് യേശുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഏതെങ്കിലും മാനുഷികമായ വ്യക്തികൾ മാനുഷികമായ ആ നിലയിൽ ആളുകൾ കൊടുക്കുന്നതായ ആലോചനയുടെ അടിസ്ഥാനത്തിലല്ല യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആരും ആലോചന പറയാതെ യേശു പ്രവർത്തിക്കുന്നത് യേശുവിന്റെ തക്ക സമയത്തിലാണ്. നമുക്കറിയാം, യേശുവിന്റെ ജനനം തക്ക സമയത്തായിരുന്നു, യേശുവിന്റെ ജീവിതം തക്ക സമയത്തിലായിരുന്നു, യേശുവിന്റെ മരണം തക്ക സമയത്തിലാണ്. നമുക്കറിയാം, യേശുവിന്റെ അത്ഭുതങ്ങൾ യേശു പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. യേശു പിടിക്കപ്പെടുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇപ്പോൾ ഇരുട്ടിന്റെ നാഴിക വന്നിരിക്കുന്നു, അല്ലെ? അപ്പോൾ യേശുവിനെ അത്ഭുതങ്ങൾക്ക് ഒരു സമയമുണ്ട്, യേശുവിന്റെ പ്രവൃത്തികൾക്ക് സമയമുണ്ട്. യേശു തന്നെ ഏൽപ്പിച്ചത്, മരിപ്പാൻ ഏൽപ്പിച്ചതിന് പോലും യേശുവിൻ്റെതായ കൃത്യമായ സമയമാണ്. നമ്മൾ പറയും പടയാളികൾ പിടിച്ചു, അല്ല, പടയാളികൾ പിടിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ കൃത്യമായ പ്ലാൻ, ദൈവത്തിന്റെ കൃത്യമായ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്തോത്രം വലിയ കാര്യങ്ങൾ നടക്കുന്നത്. പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, യേശു എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ യേശുവിന്റെ സമയത്തിൽ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വല്ല വഴിക്കും പോകുകയല്ല, അത് വരും നിശ്ചയം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നു,
ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതായ വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതായ ദൈവത്തിന്റെ പദ്ധതികൾ സമയത്തിന് മുമ്പേ തകർത്ത് കളയാൻ ഒരു ശത്രുവിനെ അനുവദിക്കാതെ, ഒരു പൈശാചിനെ അനുവദിക്കാതെ ഈ ദിവസങ്ങളിലും ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴിൽ താണിരിക്കുന്നവനെ ഈ അവൻ സ്വതന്ത്രം മാനിപ്പാൻ, ഉയർത്തുവാൻ ദൈവത്തിന്റെ തക്ക സമയം നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. വിശ്വാസം കൊണ്ട് ഞാൻ ദൂത് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ അധ്വാനിച്ചത് നമ്മുടെ സമയത്തിലാകാം, നമ്മൾ ഓടിയത് നമ്മുടെ സമയത്തിലാകാം. പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള ഒരു പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലേഖനം എഴുതുന്ന പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. തനിക്കൊരു മീൻ പോലും കിട്ടാതെ പ്രഭാതത്തിൽ വല കഴുകുമ്പോൾ, നിറകണ്ണോടുകൂടെ പ്രയാസത്തോടുകൂടെ രാവിലെ നിൽക്കുമ്പോൾ, ഞാൻ ആ ദൂതൻ ഇങ്ങനെ പറയുന്നു, അവൻ ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പ്രഭാതം വരികയാണ്. ഒരു രാത്രി നമുക്ക് വേണ്ടി അവൻ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ രാത്രി കഴിയാൻ പോകുന്നു. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു രാത്രി നമുക്കുണ്ടെങ്കിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന പ്രവൃത്തിയുടെ ഒരു പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ ഈ രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ, എന്റെ പ്രവൃത്തിയുടെ പ്രഭാതം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മുമ്പിലും പുറകിലും ഇടത്തും വലത്തും എല്ലാം വീശി ഒരു മീൻ പോലും കിട്ടാതെ ഈ ഭാഗമൊക്കെ പറയുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്വത്രം ആ നിരയിൽ രാത്രി അധ്വാനിക്കുന്ന അനുഭവങ്ങളുള്ളവരാകണം. സ്വത്രം അങ്ങനെ ലഭിച്ചെങ്കിൽ മാത്രമേ തന്റെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സ്വത്രം അല്ലെ, കുടുംബം ശൂന്യമാണ്, അല്ലെങ്കിൽ സ്വത്രം കലവറ ശൂന്യമാണ്, വീട് ശൂന്യമാണ്. ഈ ശൂന്യത മാറണമെങ്കിൽ ഈ പടകിന്റെ ശൂന്യത മാറണം. ഈ അനുഭവങ്ങൾക്ക് നിറവുണ്ടാകണം. ഈ നിറവ് വരാതിരിക്കുമ്പോഴേ ആ സങ്കടത്തിന്റെ വേദനയുടെ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. ഈ ഭാഗം പറയുമ്പോഴും ജീവിതത്തിന്റെ ശൂന്യതകൾ പേറിക്കൊണ്ട് ഒന്നിന്റെ അവസരം ഒത്തിരി അധ്വാനിച്ചിട്ടും ഒന്നും അനുഭവിക്കാൻ കഴിയാതെ വലിയ ഭാരത്തോടെ ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ ശൂന്യതകൾ മാറുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തക്ക സമയം നിങ്ങളുടെ ജീവിതമാകുന്ന പടകിന് നേരെ ഈ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ പറയാ, നിന്റെ അഡ്രസ് തപ്പി അവൻ നിന്റെ പടക് അന്വേഷിച്ച് ഒരുവൻ വരികയാണ്. എന്തിനു വേണ്ടിയാണ് വരുന്നത്? ആ പടകിന്റെ അരികിലേക്ക് യേശു വരുന്ന ഉദ്ദേശം ഇതാണ്, നിന്റെ പടകൊന്ന് നിറയണം. അതുകൊണ്ട് പത്രോസ് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല, ജീവിതത്തിന്റെ ആഴിയിൽ, ജീവിതത്തിന്റെ നീർച്ചൂളയിൽ നിന്നുകൊണ്ട് പത്രോസ് പറയുന്നു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട മൂപ്പന്മാരെ, സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ഒരു ദൈവമുണ്ട്. ഇന്നലകളിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചപ്പോൾ ഒരു മീൻ പോലും ലഭിക്കാതെ പ്രഭാതത്തിൽ വല കഴുകി എന്റെ അടുക്കിലേക്ക് ഈ നാഥൻ ഇറങ്ങി വന്നു. എന്റെ പടക് നിറഞ്ഞത് യേശു വന്നത് കൊണ്ടാണ്. ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ പടകുകളെ നിറയ്ക്കാൻ ഈ പ്രഭാതത്തിൽ യേശു വരികയാണ്. ഈ പ്രഭാതത്തിൽ ആരൊക്കെയോ ചോദിക്കുന്നു, എന്റെ പടകം നിറയാതിരിക്കുന്നു, എന്റെ പടക് ശൂന്യത നിൽക്കുകയാണ്. ശൂന്യതയുള്ള പടകിനെ ഈ പ്രഭാതത്തിൽ നിറയ്ക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വായിക്കുകയാണ്, അവൻ നമ്മളിവിടെ കാണുകയാണ്, ശൂന്യതയുള്ള പടകിനെ നിറയ്ക്കാൻ പ്രഭാതത്തിങ്കൽ യേശു വരികയാണ്. അപ്പോൾ യേശുവിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. ആ ഭാഗം അല്പം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ അടുത്തൊരു ചിന്തയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 38 വർഷമായി ഒരു കുളത്തിന്റെ കരയിൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ സ്തോത്രം കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ വായിക്കുകയാണ്, ഇങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നത് അവൻ കണ്ടു. ദൈവത്തിന് ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനവാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യെസ്. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അടുത്ത, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ഇങ്ങനെ ഏറിയ സൗഖ്യമാകുവാൻ മതി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഏറിയ കാലമായി ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. ആ ഭാഗമൊക്കെ പരിശോധിക്കുമ്പോൾ അതിന് ആഴത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി വരാമോ? ദൈവത്തിന്റെ സ്തോത്രം. 38 വർഷമായി രോഗിയായി കിടക്കുന്നു. അപ്പൊ രോഗിയായി കിടക്കുന്ന ആ മനുഷ്യന്റെ രോഗത്തിന്റെ പ്രായമാണ് 38. പ്രൈസലോ. ഈ രോഗം പിടിച്ചൊരു 38 വർഷമായി. നമുക്കറിയാം, യേശു ശുശ്രൂഷ ആരംഭിക്കുന്ന 30-ാമത്തെ വയസ്സിലാണ്.
33.5 വയസ്സ് വരെ യേശു ഭൂമിയിൽ ജീവിച്ചു. അപ്പോൾ യേശുവിനേക്കാൾ പ്രായമുള്ള, രോഗത്താൽ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. സ്വത്രം. ഇപ്പൊ 38 വർഷം രോഗിയായി കിടക്കുന്ന ഈ മനുഷ്യന് മുമ്പിലുള്ള സമയങ്ങൾ പരിശോധിക്കുക. ഒന്ന്, അവിടെ വായിക്കുകയാണ്, അതാത് സമയത്ത് ഒരു ദൂതൻ അവിടെ ഇറങ്ങി വരും. അപ്പോൾ സ്വത്രം അവിടെ കൊടുത്തിരുന്നതായ ഒരു സമയം എന്ന് പറയുന്നത് അതാത് സമയം. പ്രൈസ് ദി ലോർഡ്. അടുത്ത സ്വത്രത്തിൽ നമുക്ക് ഇപ്പോൾ ചിന്തിച്ചതായ യേശുവിന്റെ സമയം. പിന്നെ നമ്മൾ കാണുന്നത് ഈ മനുഷ്യന്റെ ഒരു കാലഘട്ടമാണ്. അവിടെ പറയുന്നത് ഏറിയ കാലമായി കിടക്കുന്നു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു യേശു അത് കണ്ടു. പ്രിയപ്പെട്ടവരെ, യേശു കണ്ടു എന്ന് പറഞ്ഞാൽ, യേശു നമ്മെ കണ്ടാൽ നമ്മുടെ അവസ്ഥ യേശു കണ്ടു. ഒരാമയും പറഞ്ഞാൽ, യേശു നമ്മളെ കണ്ടാൽ നമ്മുടെ അവസ്ഥ യേശു കാണുന്നു. യേശു നമ്മെ കണ്ടാൽ നമ്മുടെ വിഷയത്തിന്റെ ആ പഴക്കം യേശു കാണുന്നു. യേശു നമ്മെ കണ്ടാൽ നമ്മൾ അനുഭവിക്കുന്നതായ വിഷയത്തിന്റെ ആ പ്രതിസന്ധിയുടെ ആഴം യേശു കാണുന്നു. ഇവിടെ വായിക്കുകയാണ്, ഇങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ യേശു എന്തിനാണ് മനുഷ്യന്റെ അടുക്കൽ വന്നത്? ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇത്ര നാളുകൾ കൊണ്ട് ഇവിടെ സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ കിടക്കുന്നത് യേശു മനസ്സിലാക്കിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വായിക്കുന്നു, അമേ സോദരൻ അവൻ അടുത്തും ആമേ സോദരൻ അകലെയും ഒക്കെ ഇരിക്കുന്ന ആളുകൾ പലരും സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുകയാണ്. നമ്മൾ ഒത്തിരി മീറ്റിങ്ങിലൊക്കെ പോകുന്നുണ്ട്. സ്വത്രം. നമ്മൾ ഒത്തിരി ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നു, ഒത്തിരി സ്വത്രം ആ യോഗങ്ങളിൽ കൂടുക. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തില്ല? നമ്മുടെ അടുത്തിരിക്കുന്നവരും നമ്മുടെ സ്വത്രം അപ്പുറത്തിരിക്കുന്നവരൊക്കെ വിടുതൽ പ്രാപിച്ചു പോകുമ്പം നമ്മുടെ സ്വത്രം വർഷങ്ങളായി നമ്മുടെ കുലത്തിൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നതായ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടത്തും നമ്മുടെ മുമ്പിലും പുറകിലുമായി അനേക സൗഖ്യം പ്രാപിക്കുന്നെങ്കിലും നമ്മുടെ കുലത്തിന്റെ കരയിൽ നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ, വ്യക്തിപരമായി ഒരു വിടുതൽ എടുക്കാൻ കഴിയാതെ, വ്യക്തിപരമായി കുടുംബം സംബന്ധിച്ച് ഒരു വിടുതൽ എടുക്കാൻ കഴിയാതെ, സ്വത്രം ആരെങ്കിലും കുലത്തിന്റെ കരയിൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു തന്നെ തക്ക സമയത്ത് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. യേശു പറയുന്നു, അതാത് സമയത്തിനല്ല, എന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നു, അവൾ കിടന്നിരുന്നു എന്ന് എഴുതിയിരുന്നത് കൊണ്ട് ആ മനുഷ്യന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല, നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല, കിടന്നിരുന്നു. സ്വത്രം. അടുത്ത് വായിക്കുന്നു, താൻ മുമ്പേ ചെല്ലുമ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്യും? ആ കുളത്തിൽ തനിക്ക് മുമ്പായിട്ട് ഇറങ്ങും. അപ്പോൾ സ്വത്രം സ്വത്രം കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ തന്നെ തന്റെ കൊണ്ടാകുന്നത് പോലെ സ്വത്രം മുമ്പോട്ട് ചെല്ലാൻ താൻ എന്ത് ചെയ്യുന്നു? സ്വത്രം കുളത്തിലേക്ക് ഇറങ്ങാൻ താൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും, എന്നെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരാജയത്തിന്റെ കിടക്കയിൽ തന്നെ കിടക്കാതെ ഒന്ന് ശ്രമിക്കാൻ കഴിയുമോ? ശ്രമിക്കുന്നവരെ, പരിശ്രമിക്കുന്നവരെ ഈ പ്രഭാതത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. താൻ മുമ്പേ ചെല്ലുമ്പോൾ തനിക്ക് മുമ്പേ ആരെങ്കിലും ഒക്കെ ഇറങ്ങി. അവിടെ നമുക്കറിയാം, സ്വത്രം അതിന്റെ ക്രമം അനുസരിച്ച് ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കുളത്തിൽ ഇറങ്ങാൻ കഴിയൂ. ആ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ സൗഖ്യം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. സ്വതന്ത്രം കലങ്ങിയ ശേഷം ആരിറങ്ങുന്നുവോ, അപ്പോൾ ഈ വെള്ളം കലങ്ങുമ്പോൾ സ്വതന്ത്രം പ്രാപ്തി ഉള്ളവരെന്ത് ചെയ്യുന്നു? വിടുതൽ പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്വതന്ത്രം വേഗത്തിലിറങ്ങാൻ കഴിയാതെ, വേഗത്തിലിറങ്ങാൻ പ്രാപ്തിയില്ലാതെ പോകുന്ന ആളുകൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ അവർ നിരാശരാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, പ്രാപ്തിയില്ലാത്തവരെ തേടി, പ്രാപ്തിയില്ലാത്തവന്റെ അരികിലേക്ക്, അവഗണിക്കപ്പെട്ടവന്റെ അരികിലേക്ക്, ആരുമില്ലാത്തവന്റെ അരികിലേക്ക്, സഹായിപ്പാൻ ആരുമില്ലാത്തവന്റെ അരികിലേക്ക് യേശു ചെന്ന് ആ മനുഷ്യനെ വിടുവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാഗം അതല്ല, അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യമാണ് ഓർപ്പിച്ചത്, അവിടെയും തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വരികയാണ്. ഇന്ന് പ്രഭാതത്തിലും പ്രിയ വിശ്വസിക്കാം, എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ തക്കതായ ഒരു സമയമുണ്ട്, എന്റെ യേശുവിനെ പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. വിശ്വാസമാണ് പ്രിയപ്പെട്ടവര്, എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എന്റെ കർത്താവിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ എനിക്കൊരു സമയം എന്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് വായിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്.
എന്നിട്ട് വായിക്കാം, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ചെന്ത് ചെയ്യുന്നു. അപ്പോൾ മൃഗഭാവത്തോടുകൂടെ ഒരു വിശ്വാസിയെ തകർക്കാൻ പിശാച് ലക്ഷ്യമിടുന്നതായ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശത്രു പിശാച് എന്ന് പറയുന്നത് സ്തോത്രം, നമ്മൾ ഇന്ന് സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കാതൊക്കെ ഇരിക്കുമ്പോൾ സ്തോത്രം പിശാച് എന്ത് ചെയ്യും, ഇച്ചിരി ദയമൊക്കെ കാണിക്കും, കുറച്ച് ദയമൊക്കെ കാണിച്ച് നമ്മളെ അങ്ങ് അവഗണിക്കുമെന്ന്, നമ്മളെ ഒഴിവാക്കി വിടുമെന്നൊക്കെ ചിന്തിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പിശാച് ഒരു ദയവും ഇല്ലാത്തവനാണ്. പിശാചിൽ നിന്ന് ഒരു ദയയും, ചിലര് സ്തോത്രം ചിന്തിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. സ്തോത്രം, പ്രാർത്ഥിക്കാതിരുന്ന ഒരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, സ്തോത്രം, പ്രാർത്ഥനയൊക്കെ ഒന്ന് ഒഴിവാക്കും. കാര്യം പ്രാർത്ഥിക്കാതിരിക്കും വലിയ പ്രശ്നമൊന്നും ഇല്ല. ഞാൻ വിശ്വസിക്കുന്നതും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതും പിശാച് ഭയപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നവനെയാണ്, പ്രസംഗിക്കുന്നവനെ അല്ല. പിശാചിന് ഏറ്റവും ഭയം എന്ന് പറയുന്നത് ഇൻ പ്രയർ, ആര് പ്രാർത്ഥിക്കുന്നുവോ, ആര് പ്രാർത്ഥന ഇരിക്കുന്നുവോ അവന് പിശാചിന് ഭയമാണ്. ഇന്ന് രാവിലെയും പ്രസംഗിക്കുന്ന എന്നെക്കാൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളെയാണ് പിശാച് ഭയപ്പെടുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനെ ഈ പ്രഭാതത്തിൽ പിശാച് ഭയപ്പെടുകയാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ചങ്ങലകൾ അഴിഞ്ഞു മാറുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയൊക്കെ അവിശ്വാസത്തിന്റെ മണ്ഡലങ്ങളിൽ സ്തോത്രം നമ്മൾ ആയിപ്പോകുന്നത് കൊണ്ടാണ് പിശാച് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ആ ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് കയറാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ ആയുധങ്ങൾ പിശാച് താഴെ വെക്കും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പാകെ പിശാച് ഭയപ്പെട്ട് വിറങ്ങലിച്ചുകൊണ്ട് ഓടിപ്പോകുമെന്ന് ഈ രാവിലെ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൂതം ഏറ്റെടുത്താടെ. യേശു പറയുന്നു, നിങ്ങൾ പരീക്ഷയിൽ അവൻ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ. രക്തത്താൽ ചെയ്യും. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇവിടെ വചനം പറയുന്നു, ഉണർന്നിരിപ്പിൻ. കാരണം പിശാച് അലറുന്ന സിംഹം എന്ന പോലെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവൾ എന്ത് ചെയ്യണം? പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ പരീക്ഷയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പാസ്റ്റർ ആയാലും നിങ്ങൾ വിശ്വാസി ആയാലും ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങൾ ഏത് നിലയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായാലും, എത്ര വലിയ വിശ്വാസം ചുമക്കുന്നവരായാലും, കൃപാവരപ്രാപ്തരായാലും നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. എന്നാൽ വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള പരീക്ഷയുടെ മുമ്പിൽ അകപ്പെടാതിരിക്കാൻ, അകപ്പെട്ടു പോകാതിരിക്കാൻ, കുടുങ്ങിയിരിക്കാതിരിക്കാൻ, ഒരു വലയിൽ കുടുങ്ങിയ പക്ഷിയെ പോലെ, വലയിൽ കുടുങ്ങിയ ഒരു മീനിനെ പോലെ കുടുങ്ങി ഇരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരാമൻ പറഞ്ഞാട്ടെ. യേശു പറയുന്നു, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. മരണവേദനയോടെ അതിദുഃഖിതനായി യേശു ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞ പദമാണ് ഞാൻ ഓർപ്പിച്ചത്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷയിൽ നാം മുമ്പിൽ നേരിടുന്ന അനുഭവിക്കുന്ന രണ്ട് വിധങ്ങൾ, രണ്ട് വിഷയങ്ങൾ. ഒന്നുകിൽ നിങ്ങൾ പരീക്ഷ ചെയ്യണം, പരീക്ഷ ഒഴിഞ്ഞു പോകണം. ഒരാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഒന്നുകിൽ പരീക്ഷ ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ പരീക്ഷ ഒഴിഞ്ഞു പോകണം, സ്തോത്രം, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, തീക്കകത്തിട്ടും തീയിലിടാതെയും വെടിവെപ്പാൻ ദൈവം വിശ്വസ്തനാണ്. വെള്ളത്തിലിട്ടും വെള്ളത്തിലിടാതെയും വെടിവെപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഹോദരൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ സംഭവിക്കുന്ന രണ്ട് വിഷയമാണ് ഓർപ്പിച്ചത്. ഒന്നുകിൽ ആ വിഷയം എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. യേശു പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ആ സ്തോത്രം എന്ത് ചെയ്യണം? അവൻ കഴിയുമെങ്കിൽ പാനപാത്രം എന്ത് ചെയ്യണം? നീക്കണം. അപ്പോൾ ഒന്നുകിൽ ഇത് നീങ്ങിപ്പോകണം, അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ബലം, ശക്തി എന്റെ മേൽ എന്ത് ചെയ്യണം? ഇറങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവനിലെ ബലമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ജീവിതങ്ങളെയും പരിശോധിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവൻ പെർഫോമൻസിൽ എന്ത് ചെയ്യുന്നു? അവർ സ്ട്രോങ് ആണ്, പക്ഷേ പ്രാർത്ഥനയിൽ അവർ ബലഹീനരാണ്. സ്തോത്രം. ശക്തമായി സ്തോത്രം ഒരു പ്രസംഗം നമ്മൾ ഫലിപ്പിച്ചില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ ദൈവത്തിന് മുമ്പാകെ ഫലിപ്പിക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമ്മൾ തോറ്റുപോയി എന്ന് ദൈവത്തിന് മുമ്പിൽ 10 പ്രാവശ്യം പറയുന്നവനേക്കാൾ
ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത്, അപ്പൊ ഇന്ന വിഷയം എന്റെ ജീവിതത്തിൽ വന്നു, പക്ഷേ ഞാൻ ആ വിഷയത്തെ ജയിച്ചു എന്ന് പറഞ്ഞു തീർക്കാനാണ്. ഒരാമയും പറഞ്ഞാണ്ട് പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞാൻ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയി, എനിക്കൊന്നും ഞാൻ കഴിഞ്ഞില്ല, ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നവനേക്കാൾ ദൈവത്തിന് ഇഷ്ടം ഈ വിഷയം എന്റെ നേരെ വന്നതാണ്, പക്ഷെ ആ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജയിച്ചു എന്ന് പറയുന്നത് കേൾക്കാനാണ്. ഒരാമേൻ പറഞ്ഞാൽ, കാരണം ജയിക്കുന്നവനാണ് ദൈവം പ്രതിഫലങ്ങൾ കൊടുക്കുന്നത്. വചനം പറയുന്നു, നിങ്ങൾ ജയിക്കണമെങ്കിൽ, നിങ്ങൾ മുന്നേറണമെങ്കിൽ സ്തോത്രം, അവന് ഒറ്റ വഴിയുള്ളൂ, അവൻ ശക്തിയോടെ ദൈവത്തിന് അരികിൽ പ്രാർത്ഥിപ്പാൻ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? യേശു പ്രാർത്ഥിക്കുകയാണ്. ഗെത്സമനയിൽ എബ്രായ ലേഖനം പറയുന്നു, യേശു ഉറച്ച നിലവിളിയോടുകൂടെ അഭയയാചന കഴിച്ചു എന്നാണ്. അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ പ്രാർത്ഥനയല്ല. അവൻ ഉറക്കെ ശബ്ദം ഉയർത്തി അവൻ നിലവിളിച്ചുകൊണ്ട് അഭയാചന കഴിച്ച് ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? തനിക്ക് നേരെ ഒരുക്കിയ ക്രൂശിന്റെ ആയുധം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. ക്രൂശിന്റെ ശക്തികൾ പരാജയപ്പെട്ടു, റോമൻ പടയാളികൾ പരാജയപ്പെട്ടു, അന്നത്തെ വാളും സംവിധാനവും പരാജയപ്പെട്ടു, റോമൻ ഇമ്പീരിയൻ മുദ്രകൾ പരാജയപ്പെട്ടു, റോമൻ കല്ലറകൾ പരാജയപ്പെട്ടു. 3-ാം ദിവസം യേശു കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായി. ഒറ്റ കാര്യം, പ്രാർത്ഥന. എല്ലാവരും ചേർന്ന് ആ വാക്കിന് രാമൻ പറഞ്ഞ, ഈ ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥനയുടെ സമയത്തെ കൂട്ടുവാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ആഴം ഞാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വിശ്വാസമുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. എന്താ പത്രോസ് ഉറങ്ങുന്നത്? പത്രോസ് പറയും, അപ്പാ എന്റെ കണ്ണുകൾക്ക് വലിയ ഭാരമാണ്, കണ്ണുകൾക്ക് വലിയ ഭാരമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണ് സ്തോത്രം ഉയർത്താൻ കഴിയുന്നില്ല. അപ്പോൾ പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിലും, രാമൻ പറഞ്ഞാൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നു. സ്തോത്രം. ഉണർന്നിരിക്കണമെന്നാക്കി ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയാതെ പോകുന്നു. ഇതുപോലെ 100 പ്രസംഗം കേട്ടതാണ്, അപ്പോഴൊക്കെ തീരുമാനം എടുത്തതാണ്. ഒരുപക്ഷെ 2026 ന്യൂ ഇയറിന്റെ അനുഭവത്തിലും ചിലരെങ്കിലും ഈ തീരുമാനം എടുത്തിട്ടുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഓട്ട് കഷണം പോലെ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൂത് ശിരസിൽ വഹിച്ചുകൊണ്ട് പറയാം, എന്റെ കർത്താവ് എന്നെ പ്രാർത്ഥനയിൽ ശക്തീകരിപ്പാൻ വേണ്ടി പോകുകയാണ്. ഈ വചനം ഏറ്റെടുത്താട്ടെ. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ചേർന്ന് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ചേർന്ന് പറഞ്ഞ്, ബലഹീനതയിലും എന്റെ ബലഹീനതയിലും ദൈവത്തിന്റെ ബലം വ്യാപരിക്കുകയാണ്. പൗലോസ് പറയുന്നു, ഞാൻ ബലഹീനനാണ്. സ്തോത്രം. എന്നെ ബലഹീനമാക്കുന്നതായ മുള്ളുകൾ എനിക്കുണ്ട്, ശൂലം എനിക്കുണ്ട്, പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. വചനം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. അവൻ പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കണമെങ്കിൽ, ബലപ്പെടണമെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വെളിപ്പെട്ടേ മതിയാകൂ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, എന്റെ തീരുമാനം കൊണ്ട് എനിക്ക് പ്രാർത്ഥന നിൽക്കാൻ കഴിയില്ല. സ്തോത്രം. എന്റെ തീരുമാനം കൊണ്ട് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ തീരുമാനത്തിന്റെ മേൽ, എന്റെ സമർപ്പണത്തിന്റെ മേൽ ദൈവ കൃപ ഇറങ്ങി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, പ്രാർത്ഥന ഇരിപ്പാൻ ദൈവനെ ശക്തിയിരിക്കുക. അപ്പോൾ യേശുവിന്റെ മുമ്പിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, എന്ന് സംഭവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കല്ലറയുടെ കല്ല് മാറുന്നത് പോലെ. പത്രോസ് ചോദിച്ച പത്രോസ് പറയും, യേശു അന്ന് പറഞ്ഞ ദൂത് എനിക്ക് അന്ന് മനസ്സിലായില്ല, പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ യേശു എന്ത് ചെയ്തു? വീണ്ടും വിളിച്ചു, ശുശ്രൂഷയ്ക്കാക്കി വെച്ചു. ഹല്ലേലൂയ. പത്രോസ് ആ ദിവസങ്ങളെടുത്ത തീരുമാനമാണ്, യേശുവിനെ പോലെ ഞാനും പ്രാർത്ഥിക്കും. സ്തോത്രം. നമുക്കറിയാം, പിന്നെ നമ്മൾ കാണുന്ന പത്രോസ് പ്രാർത്ഥനാ വീരനാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന പത്രോസാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവൻ വിശന്നിരിക്കുമ്പോൾ പോലും, ആ ക്ഷീണമുള്ള അവസ്ഥയിൽ പോലും തൻ വെൺമാടത്തിൽ കയറി ദൈവത്തിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? താൻ പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേശമേലുള്ള ശുശ്രൂഷ വരുമ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മേശമേൽ ശുശ്രൂഷ ചെയ്യുക, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. പത്രോസിന്റെ തീരുമാനമാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? യേശുവിന് മുമ്പിൽ കല്ലറയുടെ കല്ല് മാറിയതുപോലെ പത്രോസിന് മുമ്പിൽ സ്തോത്രം, തന്റെ ബലം ഉപയോഗിക്കാതെ, തന്റെ ശക്തി ഉപയോഗിക്കാതെ തന്റെ മുമ്പിൽ ഇരുമ്പിന്റെ വാതിൽ സ്വതവേ തുറന്നു വരികയാണ്. അർത്ഥം ഇതാണ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ കല്ലരുടെ കല്ലുകൾ മാറുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ
കാരാഗൃഹത്തിന്റെ വാതിലുകൾ സ്വതവേ തുറക്കുകയാണ്. ഈ രാവിലെ പരിശുദ്ധാത്മാവ് ചിലരോട് ദൈവാത്മാവിന്റെ ആലോചന കൈമാറുന്നു. പട്ടണത്തിലേക്കുള്ള വാതിൽ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് അധ്വാനിച്ചെങ്കിൽ മാത്രമേ സ്വത്രം നന്മ കാണാൻ പറ്റത്തുള്ളൂ പത്രോസിന്. കാരണം അവൻ അധ്വാനത്തിന്റെ വില പത്രോസിന് അറിയാം. പക്ഷെ ഇവിടെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ തനിക്ക് ഒരു അധ്വാനവും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തനിക്ക് തള്ളാൻ കഴിയാത്ത, തനിക്ക് തുറക്കാൻ കഴിയാത്ത ഈ വാതിൽ തന്റെ മുമ്പാകെ സ്വതവേ തുറക്കുകയാണ്. ഈ ദൂത് ഇന്ന് രാവിലെ നെറ്റെടുത്താണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അധ്വാനിക്കാത്ത നന്മകൾ എന്റെ കുടുംബത്തിൽ ഞാൻ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ അധ്വാനിക്കാത്തതായ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുകയാണ്. ഞാൻ അധ്വാനിക്കാതെ എന്റെ പ്രോജക്റ്റുകൾ ഓപ്പൺ ആകുകയാണ്. ഞാൻ അധ്വാനിക്കാതെ തന്നെ എന്റെ തടസ്സങ്ങൾ മാറുകയാണ്. ഒരു റെക്കമെൻഡേഷൻ കൂടാതെ, ആരും ഇടപെടാതെ, ആരും ഇടനില നിൽക്കാതെ എന്റെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ വാതിലുകൾ തുറക്കുകയാണ്. ഒറ്റ കാരണം, എന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ അഴിയാത്ത ചങ്ങലകളില്ല. എന്റെ പ്രാർത്ഥന മുമ്പിൽ അഴിയാത്ത വാതിലുകളില്ല. ഇന്ന് രാവിലെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ ദൂത് ഇടപെടുകയാണ്. എന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറന്നു വരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അവൻ ദൂത് ആവർത്തിക്കുന്നു. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നതിന് മുമ്പിൽ ദൈവം അവനെ ഉയർത്താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മറുവശത്തോടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് അലർന്ന സിംഹമെന്ന പോലെ. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ വചനത്തിൽ വേറെ കിടപ്പുണ്ട്. ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല ദിവസം. എങ്കിലും ഓർപ്പിക്കട്ടെ, ഇവിടെ ഈ വാക്യം മാത്രം ചിന്തിച്ചാൽ ഇവിടെ പറയുകയാണ്, ഒന്ന്, അവൻ അലറും. കേട്ടോ, രാമൻ പറഞ്ഞാട്ടെ, അവൻ അലറും. രണ്ട്, അവൻ തിരയും. മൂന്ന്, അവൻ വിഴുങ്ങും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അവൻ അലറുന്നത് എന്തിന്? രണ്ട്, അവൻ തിരയുന്നത് എന്തിന്? മൂന്ന്, അവൻ വിഴുങ്ങുന്നത് എന്തിനാണ്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒന്ന്, അവൻ സ്തോത്രം പിശാച് എന്ന് പറയുന്നത്, ഞാൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്ന്, അവൻ സ്തോത്രം പിശാച് തിരയുന്നവനാണ്. പിശാചിന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് നമുക്കറിയാം. അവൻ ഭൂമി മുഴുവൻ ഉടാടി സഞ്ചരിക്കുന്നു. വിശുദ്ധന്മാരെ ഏതെങ്കിലും നിലയിൽ സ്തോത്രം വീഴിക്കുവാൻ അവൻ ഭൂമിയിൽ ഉടാടി സഞ്ചരിക്കുകയാണ്. അവൻ നിർദോഷനായി നിഷ്കളങ്കനായി ജീവിച്ചതായ യോബിന്റെ ജീവിതത്തിലേക്ക് പിശാച് വന്നു. ഞാൻ ഒത്തിരി പറഞ്ഞു പോകുന്നില്ല. വന്നു, അവൻ നമുക്കറിയാം എന്ത് സംഭവിച്ചു. അവന്റെ ജീവിതത്തെ ആടി ഇളക്കുകയാണ്. അല്പം കഴിയുമ്പോൾ സ്തോത്രം ഭാര്യ പോലും പറയുന്നു, നിന്റെ വിശ്വാസം തിരിച്ചു കളയാം. അപ്പോൾ എന്തിനു വേണ്ടി അവൻ ഉടാടി സഞ്ചരിക്കുന്നു? എന്തിനു വേണ്ടി അവൻ തിരയുന്നു? ഒറ്റ കാര്യം പ്രിയപ്പെട്ടവരെ, പിശാച് നമ്മെ തിരയുന്നത് നമ്മെ തകർത്ത് കളയാൻ. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കാറല്ല, നമ്മുടെ വീടല്ല, നമ്മുടെ സ്വത്തുവകയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ സ്തോത്രം, എന്തിനാ നമ്മുടെ കാറും വീടും വസ്തുവും നമ്മുടെ അതിലൊക്കെ പിശാച് എന്ത് ചെയ്യുന്നത്? പോരാടുന്നത്. ഈ ദിവസങ്ങളിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിരുകളെ, നമ്മുടെ സാമ്പത്തിക മേഖലകളെ, സ്തോത്രം നമ്മുടെ നന്മകളൊക്കെ പിശാച് ഞെരുക്കുമ്പോൾ എന്തുകൊണ്ട് പിശാച് ചെയ്യുന്നു എന്ന് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ. സ്തോത്രം, നമ്മുടെ വിശ്വാസം തകരണം. അല്ലാതെ സ്തോത്രം നമ്മുടെ സെക്കൻഡ് ഹാൻഡ് കാറും സ്തോത്രം ഇടിച്ചാൽ പൊളിയുന്ന വണ്ടിയൊന്നും പിശാചിന് വേണ്ട. ഒറ്റ കാര്യം, നമ്മുടെ വിശ്വാസം, നമ്മുടെ കാറിനെ തൊടുന്നത്, നമ്മുടെ വാഹനത്തെ പിടിക്കുന്നത്, നമ്മുടെ സാമ്പത്തികത തകർക്കുന്നത്, നമ്മുടെ കലവറകളെ ശൂന്യമാക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ വിശ്വാസം തകരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബിന്റെ വിശ്വാസത്തെ തകർക്കാൻ പിശാച് ഉമ്മി എന്ത് ചെയ്തു? പരിശ്രമിച്ചതാണ്. പക്ഷെ യോബിന്റെ വിശ്വാസത്തെ തകർക്കാൻ പിശാച് എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. ഒരു നല്ല ആമേൻ പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ തിരയുന്ന പിശാച്. പിന്നെ കേൾക്കുകയാണ്, വിഴുങ്ങുന്നു. എന്തിനാ വിഴുങ്ങുന്നത്? നമ്മള് സ്തോത്രം ആഹാരം കഴിക്കുന്നത് രീതി നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ രാവിലെ ഒക്കെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ആ സമയത്ത് എന്ത് ചെയ്യും? അപ്പോഴാ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ അതുവരെ ഭാര്യ കേൾക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അതുവരെ സ്തോത്രം നിന്നിട്ട് പോകാൻ സമയമാകുമ്പോ എന്തെങ്കിലും ഇതുകൂടെ കഴിച്ചാട്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? കൊണ്ടുവരും. പെട്ടെന്ന് എന്ത് ചെയ്യും? വിഴുങ്ങും. ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. എന്തിനാ വിഴുങ്ങുന്നത്? എനിക്ക് സമയത്ത് പോകണമെങ്കിൽ ഇത് പെട്ടെന്ന് വിഴുങ്ങിയെങ്കിലേ. അപ്പോൾ വിഴുങ്ങുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേഗത്തിൽ അകത്താക്കണം. ഒരാമൻ പറഞ്ഞാൽ
പ്രിയപ്പെട്ടവരെ, പിശാച് ലക്ഷ്യം വെക്കുകയാണ്. ഒന്ന്, അവൻ തിരഞ്ഞു നടക്കുന്നു. രണ്ട്, അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവന് വിഴുങ്ങണം. വിഴുങ്ങുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം, അവൻ അകപ്പെടുത്താനാണ്. അവൻ വിഴുങ്ങുന്നതിനെ എന്ത് ചെയ്യത്തില്ല, വിഴുങ്ങിക്കഴിഞ്ഞാൽ സ്തോത്രം വായ്ക്കകത്തുള്ള സിംഹത്തിന്, നമുക്കറിയാം സ്തോത്രം, സിംഹത്തിന്റെ വായിൽ നിന്ന് ഇടയന്മാർ ആടുകളെ വിടിവിച്ച സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്, അല്ലെ? പക്ഷെ സ്തോത്രം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറ്റുമോ? അപ്പോൾ വിഴുങ്ങുന്നത് ഒരിക്കലും പുറത്തു വരാൻ കഴിയാതിരിക്കുന്ന ഒരു ബന്ധനത്തിൽ അകപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ തിരഞ്ഞുകൊണ്ട് വിഴുങ്ങുന്നത്. ഇനി പറയട്ടെ, എന്തിനു വേണ്ടിയാണ് അവൻ അലറുന്നത്? ആ ഭാഗം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, രക്തത്താൽ ചെയ്യും. എന്തിനു വേണ്ടിയാണ് പിശാച് അലറുന്നത്, അല്ലെങ്കിൽ സിംഹം അലറുന്നത്? അവിടെ സിംഹത്തോട് ഉപമിച്ചാണല്ലോ പ്രിയപ്പെട്ടവരെ. സിംഹം ഗർജിക്കുന്നത്, അലറുന്നത്, അവൻ തന്റെ മുമ്പിലുള്ള ഇര അവൻ ഭയപ്പെട്ടാൽ, സ്തംഭിച്ചാൽ, ഓടാൻ കഴിയാത്ത നിലയിൽ ഭയപ്പെട്ട് ഭ്രമിച്ചിരിക്കുമ്പോൾ അതിനെ ചെന്നെന്ത് ചെയ്യാൻ പറ്റും? അവൻ അകപ്പെടുത്താൻ കഴിയും. അപ്പോൾ എന്തിനു വേണ്ടി അലറുന്നു? ഉത്തരം ഇതാണ്, നമ്മെ ഭയപ്പെടുത്താൻ. ഇനി എന്നെ അല്പം ശ്രദ്ധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ അവൻ പിശാച് ഏതൊക്കെയോ നിലകളിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഉയരുന്ന തിരമാലകൾ പോലെ, സ്തോത്രം, ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതത്തെ പോലെ ഏതൊക്കെയോ വിഷയങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഇതിനെ പുറത്താക്കി ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി പോകുകയാണ്. ചില ഭയങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കാൻ വേണ്ടി പോകുകയാണ്. ഈ ദിവസങ്ങളിൽ രാത്രിയിൽ പോലും ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥമാക്കുന്ന ചില ഭയത്തിന്റെ വ്യാപാര ശക്തികൾ, അന്ധകാര ശക്തിയുടെ അശുദ്ധ മണ്ഡലങ്ങൾ ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. വിശ്വാസം കൊണ്ട് ചേർന്ന് പറഞ്ഞാട്ടെ, ചില ഭയങ്ങൾ ഈ രാവിലെ അഴിയുന്നു. തലമുറകളെ ചൊല്ലി ആരെങ്കിലും ഭയപ്പെടുന്നോ? എന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഭാവി കാണുകയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ ഭയങ്ങൾ ഈ രാവിലെ അഴിഞ്ഞു പോകട്ടെ. പത്രോസിന്റെ ഭയത്തെ പുറത്താക്കിയ സംഭവം ഞാൻ പറയട്ടെ, ഒന്ന് ഓർപ്പിക്കാം. സ്തോത്രം, പത്രോസ് ആണെന്ന് ലേഖനം എഴുതുന്നത്. സ്തോത്രം, പത്രോസ് പറയാ, ഒരിക്കൽ ഞാൻ സ്തോത്രം കാറ്റ് കണ്ട് ഭയപ്പെട്ടതാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ആ അത്ഭുതമൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഈ അത്ഭുതമൊക്കെ കാര്യമൊക്കെ സത്യമാണ്. ഞാൻ എന്റെ ഭാഷയിൽ മനസ്സിലാകുന്ന പോലെ പറയാം. ഇതിന് സ്തോത്രം. പത്രോസ് എന്തുകൊണ്ടാണ് കടലിൽ ചാടിയത്? പത്രോസ് കടലിൽ ചാടിയത്, ഇപ്പോൾ ചാടിയത് അത്ഭുതം കണ്ടിട്ടാണ്. സ്തോത്രം. അങ്ങനെ അത്ഭുതം കണ്ട് ചാടിയ ഒത്തിരി ആളുകൾക്ക് നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്കിലും അത്ഭുതം കണ്ടതുകൊണ്ട് മാത്രമല്ല, സ്തോത്രം, യേശുവിനുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അത്ഭുതം കണ്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ ചെറുതല്ല. നിങ്ങൾ അത്ഭുതം കണ്ടിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അത്ഭുതം കണ്ടത് സ്തോത്രം, അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. സ്തോത്രം, ഞാൻ പറഞ്ഞു പോകുന്നില്ല, എങ്കിലും ഓർപ്പിക്കട്ടെ, അത്ഭുതമൊക്കെ കാണുന്നത് ഒരു വലിയ സംഭവം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ഭുതത്തിന് പ്രാധാന്യമുണ്ട്. കാര്യം ഇന്ന് പ്രസംഗം മാത്രമുള്ള അത്ഭുതമൊന്നും പലയിടത്തും ഇല്ല. അപ്പൊ അത്ഭുതം നടക്കണമെങ്കിൽ അത്ഭുതമൊക്കെ കാണുന്നത് വലിയ സന്തോഷമാണ്. ദൈവം ഏറെ അനുഗ്രഹിക്കുന്നത്. എങ്കിലും അത്ഭുതങ്ങളല്ല നമ്മെ ക്രിസ്തുവിൽ നിലനിർത്തുന്നത്. നമ്മളുടെ വിശ്വാസമാണ്. ഒരാമേൻ പറഞ്ഞാൽ, ഇവിടെ യേശുവിനെ അത്ഭുതം കണ്ടിട്ട് പത്രോസ് വെള്ളത്തിൽ നിൽക്കുകയാണ്. പക്ഷെ അല്പം കഴിയുമ്പോൾ വലിയ കാറ്റ് വരികയാണ്. പിശാചിന്റെ തന്ത്രം മറക്കരുത്. അവൻ നമ്മെ ഭയപ്പെടുത്തുകയാണ്. ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, നാം നിലനിൽക്കാതിരിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വിശ്വാസത്തിൽ അടിപതറണമെങ്കിൽ തന്നെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം തന്നെ മുമ്പിൽ വന്നേ മതിയാകും. പ്രിയപ്പെട്ടവരെ, ഈ കാറ്റ് പ്രതികൂലമാകുന്നത് കണ്ടപ്പോൾ ഭയപ്പെട്ട് എന്ത് ചെയ്തു? പത്രോസ് ആ കടൽ വീഴുകയാണ്. മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ യേശുവിനെ നോക്കുന്നു. കർത്താവ് എന്ത് ചെയ്യുന്നു? കരം കൊടുത്ത് ഭാഗം ശ്രദ്ധിക്കണം. കരം കൊടുത്ത് ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മുടെ ദൂതിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, പിശാച് അലറുന്ന സിംഹമെന്ന പോലെ നമ്മെ വിഴുങ്ങുവാൻ ഭാവിച്ച് നമ്മെ തിരയുമ്പോൾ ദൈവത്തിന് വചനം പറയുന്നു, ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിന് ബലമുള്ള കൈക്കിടുത്താനിരിക്കുമ്പോൾ ആ കരം ഈ കടലിൽ നിന്ന്, ഈ തിരമാലയിൽ നിന്ന് നമ്മെ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പലരും പടകിലിരുന്നപ്പോൾ ഈ പ്രതിസന്ധിയിലും ഈ കടലിൽ ചാടി ഇറങ്ങിയവരാ നിങ്ങൾ. സ്തോത്രം. ആഴം നോക്കാതെ വിശ്വാസമാർഗത്തിൽ ചാടി ഇറങ്ങിയവരാ. നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുന്ന കാറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? സ്തോത്രം. ഇന്നലകളിൽ വിശ്വാസം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇറങ്ങി വന്നപ്പം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഇറങ്ങി വന്നപ്പെടുന്ന ഒരു വിശ്വാസമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ കയ്യടി, അന്നത്തെ പാട്ട്, അന്നത്തെ പ്രാർത്ഥനയുടെ ആവന ശബ്ദം, അന്നത്തെ ആവന ഇരിക്കാനുള്ള ആ മനോഭാവം ഒക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ വലിയ കാറ്റ്. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, കാറ്റിനെ അവൻ അടക്കുകയും ശാസിക്കുകയും ചെയ്യുന്നതായ യേശുവിനെ പത്രോസിന് പരിചയമുണ്ട്, അല്ലേ? എന്നിട്ട് പത്രോസ് പറയുക, പ്രൈസലോ, എന്ത് ചെയ്യും? പത്രോസിന്റെ ഹൃദയത്തിൽ പത്രോസ് ചിന്തിക്കുക, അവൻ ഈ കാറ്റ് എന്ത് ചെയ്യും? എന്നെ മുക്കിക്കളയും, ഈ കാറ്റ് എന്നെ മുക്കും. ആ ഭയമൊക്കെ ഇന്ന് പ്രഭാതത്തിൽ അഴിഞ്ഞു മാറണം യേശുവിന്റെ നാമത്തിൽ. ചിലരെങ്കിലും ചിന്തിക്കുക, അവൻ ഈ രോഗം വന്നത് ഞാൻ ഇവിടെ നിന്ന് സ്വത്രം തകരാനാ ഈ രോഗം വന്നത്, ഈ ക്യാൻസർ വന്നത്, ഈ വിഷയം വന്നത്, ഈ പ്രതിസന്ധി വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ ഒരു രോഗത്തിനും ഒരു ശക്തിക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ആ നെഗറ്റീവിന്റെ വാക്കുകൾ, ആ അവിശ്വാസത്തിന്റെ വാക്കുകൾ ഇന്ന് രാവിലെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് പറ, വിശ്വാസത്തിൽ പറ, ഈ രോഗത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ പ്രതിസന്ധികൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ കാറ്റിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ തിരമാലകൾക്ക് എന്നെ മുക്കാൻ കഴിയില്ല, ഈ വെള്ളത്തിന് എന്നെ തകർക്കാൻ കഴിയില്ല. എന്റെ അരികിലേശുണ്ട്, അവൻ എന്നെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരമായി എന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പറ, എന്റെ കർത്താവ് എന്റെ അരികിലുണ്ട്, അവന്റെ ബലമുള്ള കരങ്ങൾ കൊണ്ട് എന്റെ കർത്താവ് ഉയർത്തുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് നമ്മെ ഉയർത്തുവാൻ നമ്മുടെ അരികിലുണ്ട്. വിഷാദ് ഒരു ദൈവം നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രതീക്ഷിക്കേണ്ട. നമുക്കറിയാം, ഗദരദേശത്തെ ഭൂതം, അല്ലെ, 6000 ഭൂതം. സ്വന്തം 6000 ഭൂതമുള്ള ഒരു മനുഷ്യൻ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പ്രൈസലോ, പ്രിയപ്പെട്ടവരെ, ആ പിശാച് എത്ര വാശിയോടെയാ ആ ഭാഗം, ഒറ്റ ഭാഗം ചിന്തിച്ചാൽ ഒരു മനുഷ്യനെ തകർക്കാൻ, ഒരൊറ്റ മനുഷ്യനെ തകർക്കാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ തകർത്ത് കളയാൻ, അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തകർക്കാൻ ഒന്നും രണ്ടും അല്ല, 6000 ഭൂതം ഒരു മനുഷ്യന് കയറിയിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയെ എങ്ങനെ തകർക്കാമോ ആ തകർക്കാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളും പിശാച് എന്ത് ചെയ്യും? ഉപയോഗിക്കുന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യും. ഞാൻ അനന്യാസിനെ സഭയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം സ്തോത്രം, ഞാൻ പലപ്പോഴും ചിന്തിക്കും, സ്തോത്രം, അനന്യാസിനെയും സഭീരെയും പോലെ അത്രയും പോലും പലപ്പോഴും വിശ്വസ്തത കാണിക്കാൻ കഴിയാതെ പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ വായിക്കുകയാണ്, സ്തോത്രം, സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയത് എങ്ങനെ? സ്തോത്രം. ഹല്ലേലൂയ. ആ ചോദ്യമൊക്കെ ഹൃദയത്തെ ഒത്തിരി പ്രാവശ്യം ദൈവത്തോട് ഞാൻ ഇടപെട്ട് ചോദിച്ചൊരു വിഷയമാണ്, സംസാരിച്ച വിഷയമാണ്. കർത്താവ് അവിടെ ഹൃദയത്തെ പിശാച് എന്ത് ചെയ്തു? കൈവശമാക്കി. അപ്പൊ നമ്മളൊക്കെ എത്രയധികമാണ് അന്നത്തെ കാലഘട്ടം വിശ്വാസത്തിന്റെ ശക്തമായി ഊറ്റം കൊണ്ട് നിൽക്കുന്ന ആ 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോയ ഒരു കുടുംബം. അവിടെ ചോദിക്കുന്ന ഇങ്ങനെയാണ്, സാത്താൻ ഇവരുടെ ഹൃദയത്തെ കൈവശമാക്കിയതെങ്ങനെ? ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, അല്ലെ? എങ്ങനെയാണ് പിശാചിന് ഇവരെ കൈവശമാക്കാൻ കഴിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു വ്യക്തിയെ തകർക്കാൻ 6000 ഭൂതം ഒരു മനുഷ്യനിൽ പ്രവേശിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്കെതിരെ വചനം പറയുന്നു 1-ഉം 2-ഉം ഒന്നും അല്ല. കാരണം വചനം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വാഴ്ചകൾ ചേർന്ന് പറയാം, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ, അങ്ങനെ അവൻ ഒരു കൂട്ടം വലിയ പൈശാചിക മേഖല നമ്മുടെ പുറകിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. നമ്മൾ ചിന്തിക്കുന്ന സ്വതന്ത്രം നമുക്ക് ഏതാണ്ട് ചോട്ടാ വീട്ട ആയിട്ടുള്ള ഏതാണ്ട് ഒരു ശത്രു പുറകിലുണ്ടെന്ന് ഒന്നുമല്ല. ഞാൻ ഭയപ്പെടുത്തുകയല്ലെങ്കിലും അതിന്റെ പുറകിലുള്ള കാര്യം പറയുകയാണ്. നമ്മുടെ പുറകിൽ ശത്രുവിന്റെ ഒരു വലിയ സൈന്യമെന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾക്ക് പോരാടാനുള്ളത് പ്രൈസ് ദി ലോർഡ്, ജഡ രക്തങ്ങളല്ല. അപ്പുറത്തുള്ള മത്തായിച്ചനും അവറാച്ചനും ഒക്കെ നമുക്കെതിരെ പോരാടുമ്പം അവരല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവര് തകരാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. അവര് ഉപയോഗിക്കുന്ന പിശാച് എന്ത് ചെയ്യണം? മാറണം. അതിന് ഇളക്കുന്ന ഒരു ശക്തി പുറകിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മറക്കരുത്. സ്വത്രം. യേശു എഴുന്നേറ്റിട്ട് കടലിനെ അല്ല ആദ്യം ശാന്തമാക്കിയത്. യേശു എഴുന്നേറ്റിട്ട് കാറ്റേ എന്ത് ചെയ്യാം? അപ്പൊ യേശു ആദ്യം ശാസിച്ചത് കാറ്റിനെയാണ്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം സ്വത്രം ശാന്തമാകാനായിട്ട് താല്പര്യപ്പെടുന്നത് പടക്, തിരമാലകൾ, ഓളങ്ങൾ, വെള്ളം. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്തെന്നറിയാമോ? നമ്മൾ ഇതേ കാണുന്നു. ഹല്ലേലൂയ. സ്വത്രം.
നമ്മളെ ഇളക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഇളക്കുന്ന ഈ വിഷയങ്ങൾ കാണുമ്പോൾ ഇതിന്റെ പുറകിൽ ഇളക്കുന്ന ഒരു കാറ്റുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണാത്ത മറവിൽ അദൃശ്യ മണ്ഡലങ്ങളിൽ നമുക്കെതിരെ പൊരുതുന്ന ഒരു വലിയ സൈന്യമുണ്ട്. പക്ഷെ വചനം പറയുന്നു, ചേർന്ന് പറയാം, സ്തോത്രം ഹല്ലേലൂയ, എന്റെ കാല് കല്ലിലോട് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. നമ്മുടെ പോക്കിലും വരവിലും നമ്മുടെ യാത്രയിലും എല്ലാം ദൂതഗണങ്ങൾ നമുക്ക് കാവലായിട്ടുണ്ട്. എത്ര പൈശാചിക സൈന്യങ്ങൾ നമുക്കെതിരെ വാടകോരിയാൽ, അവൻ പറഞ്ഞാൽ എത്ര സംഹാര ദൂതൻ എനിക്കെതിരെ പോരാടിയാൽ, എത്ര ബാധകൾ എന്റെ കൂടാരത്തിന് നേരെ അവൻ ഓങ്ങി വന്നാൽ, എന്തെല്ലാം ശത്രുവിന്റെ പദ്ധതികൾ എനിക്ക് നേരെ ഉന്നം വെച്ചാൽ, ഇന്ന് പകൽ പരിശുദ്ധാൻ പറയുന്നു, എത്ര ശത്രു എനിക്കെതിരെ പോരാടിയാൽ എനിക്ക് ഉറപ്പുണ്ട് എന്നെ തകർക്കാൻ കഴിയില്ല. എനിക്ക് അനുകൂലമായി എന്റെ കർത്താവിന്റെ കാവൽ എന്റെ അരികിലുണ്ട്. എന്നെ സൂക്ഷിക്കുവാൻ, എന്നെ പൊരുതുവാൻ, എന്നെ സഹായിക്കുവാൻ, എനിക്ക് വേണ്ടി വാദിക്കുവാൻ, എനിക്ക് വേണ്ടി അവകാശം പറയാൻ എന്റെ നാഥൻ എന്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ നല്ല കർത്താവാണ്. ഹല്ലേലൂയ. ഇനി അന്ന് മനസ്സിലാകാൻ വേണ്ടി അവൻ ഒന്ന് ചേർന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു എന്ന് നമ്മുടെ കർത്താവായ, ഒന്ന് പറഞ്ഞേ, യേശു എന്ന് നമ്മുടെ കർത്താവായ അന്ന് മുതൽ പിശാചിന് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനമില്ല. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ പിശാചിനില്ല. കാര്യം എന്നറിയാമോ? എനിക്കൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു കർത്താവുണ്ട്. എന്താ കർത്താവ്? കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ. യേശുവിനെ അറിയുന്നത് വരെ, യേശുവിനെ സ്വീകരിക്കുന്നത് വരെ സാത്താൻ എന്നെ ഭരിച്ചു, എന്നെ നിയന്ത്രിച്ചു. പിശാച് പറഞ്ഞു, എന്റെ വരുതിക്കുള്ളിൽ, എന്റെ കൈക്കുള്ളിൽ, എന്റെ ചങ്ങലയിൽ, എന്റെ വലയിൽ, എന്റെ കെണിയിൽ, എന്റെ കുഴിയിൽ ഇവർ അകപ്പെട്ടു പോകും. കാരണം ഞാൻ പറയുന്ന എന്റെ കൺട്രോളിൽ ഇവർ നിൽക്കും. പക്ഷെ ഇന്ന് പിശാചിന് അങ്ങനെ പറയാൻ കഴിയുന്നില്ല. രാമൻ പറഞ്ഞാട്ടെ, എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? പിശാച് പറയുന്നു, അവരെ ഭരിക്കുന്നത് ഇവിടുത്തെ മന്ത്രിയല്ല, അവരെ ഭരിക്കുന്നത് ഇവിടുത്തെ അധികാരങ്ങളല്ല, അവരെ ഭരിക്കുന്നത് അവർ ഉയർത്തുന്ന, അവർ വിശ്വസിക്കുന്ന നസ്സറ യേശുവാണ്. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, അവൻ ഈ ദൂത് എടുക്കുന്നെങ്കിൽ ഞാനൊരു ദൂത് പറയാ. പിശാച് അലറുന്ന സിംഹമെന്ന പോലെ നമുക്കെതിരെ പോരാടുമ്പോൾ നമുക്കൊരു കർത്താവുണ്ട്. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. എത്ര വലിയ പിശാച് എത്ര വലിയ പോരാട്ടങ്ങളുമായി ഒരു സിംഹത്തെ പോലെ പോരാടിയാലും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നമുക്കൊരു യഹൂദ ഗോത്രത്തിന്റെ സിംഹമുണ്ട്. ഈ ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവജനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പൈശാചികന്റെ പദ്ധതി ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ അത് അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കും, രക്തത്താലെ ജയമെടുക്കും. ചിലരെങ്കിലും അവൻ വായ്ക്കുള്ളിൽ ആക്കി വെച്ചിരിക്കുക. ഈ ദൂത് ഇവിടെ വരണമെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധൻ എന്ന് പറയുന്നു, ചിലരെങ്കിലും അവൻ സ്വതന്ത്രം കടിച്ചിരിക്കുകയാണ്, ചിലരെങ്കിലും മുറിവേൽപ്പിച്ചിരിക്കുകയാണ്, ചിലരെങ്കിലും സ്വതന്ത്രം പിശാച് അകപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ സ്വതന്ത്രം പ്രവാചക പുസ്തകം പറയുന്നു, അവൻ ഹല്ലേലൂയ സ്വതന്ത്രം അവൻ കാതും അവൻ കാലും അവൻ സിംഹത്തിന്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, അങ്ങനെ അകപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വായിൽ നിന്ന് വിടിവിപ്പാൻ അവൻ ഇടയ ശ്രേഷ്ഠൻ ഇന്ന് രാവിലെ നമ്മുടെ അരികിലുണ്ട്. അവൻ നമുക്ക് ഇവിടെ നല്ല ഇടയനായി, ആടുകളുടെ വലിയ ഇടയനായി നമ്മെ വിടുവിപ്പാൻ നമ്മുടെ അരികിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ശത്രു നമുക്കെതിരെ എത്രത്തോളം പദ്ധതി ഒരുക്കിയാണ് അവന്റെ വായിൽ നിന്ന് വിടുവിപ്പാൻ നല്ല ഒരു ഇടയൻ ഇന്ന് രാവിലെ നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. ആ നല്ല കർത്താവിന് ഈ രാവിലെ ആരാധന കൊടുക്കാം. ആ നല്ല ദൈവത്തിന് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്ത് പറയാ, അവന്റെ കർത്താവ് ശത്രുവിന്റെ മുമ്പിലും എന്നെ വിടുവിപ്പാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. രക്തത്താലെ ജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് ചേർന്ന് പറയാം, ഹല്ലേലൂയ. രക്തത്താൽ ജയം, 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 ജയം. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് എന്ത് ചെയ്യും? സിംഹത്തിന്റെ വായിൽ നിന്നും വിടുവിപ്പാൻ വിശ്വസ്തനാണ്. സിംഹം എന്ന പോലെ അവൻ നമുക്കെതിരെ വ്യാപരിക്കുമ്പോൾ സിംഹത്തിന് മുമ്പിൽ വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമല്ലേ പറയുന്നുള്ളൂ, നമ്മൾ ദൈവത്തിന്റെ അരികിൽ ഒന്ന് ചേർന്നിരുന്നാൽ മതി. ആമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കയ്യിൽ നിന്നും ഒരു ശത്രുവിനും നമ്മെ തട്ടിയെടുക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേ. എന്താ കാര്യം? നമ്മുടെ ഉള്ളം കയ്യിൽ നിന്ന് ഒരു വസ്തുവിനെ പറിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ കയ്യിൽ
മൊബൈൽ ഫോണോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, അതിനെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപഹരിക്കാൻ കഴിയും, പിടിച്ചെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നു, ഞാൻ നിങ്ങളെ എന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു. ഒരാമേ പറഞ്ഞാട്ടെ. യെസ്, ഞാൻ നിങ്ങളെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. അമ്മേ സ്വന്തം ഉള്ളം കയ്യിൽ ഒരു വസ്തുവിനെ ഒരുപക്ഷെ പറിച്ചെടുക്കാൻ കഴിയും, എന്നാൽ ഈ വരയെ ആർക്കും എടുക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ കയ്യിലെ അവൻ സ്വന്തം ഒരു വരയെ പോലെ ദൈവം നമ്മളെ വരച്ചിരിക്കുന്നെങ്കിൽ അവൻ ചേർന്ന് പറയാമോ, അവൻ എന്നെ ദൈവത്തിന്റെ കയ്യിൽ നിന്നും അവൻ ഒരു ശത്രുവിനും പറിച്ചെടുക്കാൻ കഴിയില്ല. ഹോ ഹല്ലേലൂയ. ഒരു ശത്രുവിനും അവൻ ദൈവത്തിന്റെ കയ്യിൽ നിന്നും അവൻ എന്നെ പറിച്ചെടുക്കാൻ കഴിയില്ല. അവൻ വിശ്വാസം കൊണ്ട് പറയാം, അവൻ ഈ ദിവസങ്ങളിൽ എനിക്കെതിരെ എന്നെ അവൻ അപഹരിക്കുവാൻ, എന്നെ പറിച്ചെടുക്കുവാൻ പിശാച് പോരാടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. ഇത് വിശ്വസിക്കുന്നവരെ അടുത്ത ദൂത് ഏറ്റെടുക്കാവൂ. ഇത് വിശ്വസിക്കുന്നവരെ അടുത്ത ദൂത് പറയാവൂ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നതിൽ പറയാം, ഈ രോഗം ഞാൻ ഭയപ്പെടാനുള്ളതല്ല. ഈ രോഗം അവന് ഭയപ്പെടാനുള്ളതല്ല. ഈ പ്രതിസന്ധി ഞാൻ ഭയപ്പെടാൻ വേണ്ടിയല്ല. ഒന്ന് പറഞ്ഞേ പ്രൈസലോ. ഈ വിഷയങ്ങൾ ഞാൻ ഭയപ്പെടാൻ വേണ്ടിയല്ല. സ്തോത്രം. ഈ ആയുധങ്ങൾ ഞാൻ ഭയപ്പെടാൻ വേണ്ടിയല്ല. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയത്തിന് മുമ്പിൽ നമ്മുടെ ആത്മാവിൽ മുന്നേറാൻ ഈ വചനം ചുവന്നുകൊണ്ട് പറയാം, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ അരികിൽ ഞാൻ താണിരിക്കുമ്പോൾ എന്റെ കർത്താവിനെ ഉയർത്താനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യുക. ഞാൻ ഇന്നലെ ഹല്ലേലൂയ സ്തോത്രം വേറെ സ്ഥലത്ത് നിന്ന് ഇന്നലെ രാവിലെ വന്നതേ ഉള്ളൂ. സ്തോത്രം 2:30 സ്തോത്രം. പിന്നെ ശേഷം ശകലം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പൊ ഈ സമയം എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടെങ്കിലും സ്തോത്രം പ്രിയപ്പെട്ട വളരെ ശക്തമാണെന്ന് പ്രാർത്ഥിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഇന്ന് രാവിലെ ആ ദൈവ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ നമ്മൾ എന്തെങ്കിലും ഭയപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നെങ്കിൽ ആ വിഷയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാണ്. രക്തധാര ചെയ്യാം. ഭയപ്പെടുത്തുന്ന വിഷയങ്ങളൊന്ന് സമർപ്പിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്ക് സ്തോത്രം ചില മുറികളൊക്കെ ഭയമാണ്. ആ ഭയം യേശുവിന്റെ നാമത്തിൽ. ഡ്രൈവിംഗ് ചെയ്യാൻ ഭയമാണ്, വാഹനം ഓടിക്കാൻ ഭയം. സ്തോത്രം. ഇന്ന് രാവിലെ എല്ലാ ഭയവും ഒന്ന് അഴിച്ചു കളയാം യേശുവിന്റെ നാമത്തിൽ. അതിനെതിരെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഇന്നത്തെ രാവിലെ പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗം ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഭയം ആത്മാവിനെ അടിക്കാൻ പോവുക യേശുവിന്റെ. സ്വാഭാവികമായ ഭയത്തെക്കാൾ അപ്പുറത്ത് പൈശാചികമായി ഏതെങ്കിലും നിലയിൽ നമ്മെ ഭയപ്പെടുത്തുന്നെങ്കിൽ രക്തത്താൽ ക്ഷയമെടുക്കും. നമ്മൾ ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ച് ചില മരണ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. ചില മരണ ഭയങ്ങൾ അധിക കാലം ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്നൊക്കെ സ്വതന്ത്രം ചിന്തിക്കുന്നെങ്കിലും സ്വതന്ത്രം സ്വതന്ത്രം ഹല്ലേലൂയ അറയിൽ നിന്നുകൊണ്ട് പറയുന്നത് സ്വതന്ത്രം ദൈവം കേൾക്കുകയാണ്. സ്വതന്ത്രം ഹല്ലേലൂയ എനിക്ക് വല്ലാത്ത ഭയം, വല്ലാത്തൊരു ഭയം. ആ ഭയങ്ങൾ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോവാ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഞാൻ നോക്കിയിട്ട് നമ്മൾ പത്രോസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പത്രോസ് പറയുക, മരണത്തിന്റെ വാൾ എനിക്കെതിരെ ഉയർത്തിയാൽ ഞാൻ ഭയപ്പെടയില്ല. കാരണം സ്വത്രം പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? കൊല്ലുവാൻ ഭാവിച്ചതിന്, വിചാരണ ചെയ്യാൻ ഭാവിച്ചതിന് തലേ രാത്രിയിലും സമാധാനത്തോടെ കിടന്നുറങ്ങുക. എന്ത് ധൈര്യമാണ്! ഇന്ന് രാവിലെ ആ ധൈര്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ. ശക്തമായൊരു ധൈര്യം എനിക്ക് ആവശ്യമാണ് യേശുവിന്റെ നാമത്തിൽ. രക്തത്താൽ ചെയ്യാം. ഇവിടെ ഭയപ്പെടാനില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് സ്വതമേ ശോധന ചെയ്താൽ മതി. സ്വത്രം. നമുക്കറിയാം സ്വത്രം ഈ പ്രസംഗിക്കുമ്പോൾ ഇല്ലാത്ത ആരാധന, സ്വത്രം പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്ത ആരാധന ഭൂതകളകുമെന്ത് ചെയ്യും? അങ്ങനെയുള്ളവരുണ്ടോ? അവർ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. സ്വത്രം. എവിടെയെങ്കിലും ഭൂതകളകുമെന്ത് ചെയ്യും? അതും ഇല്ലാത്ത പ്രാർത്ഥന വരിക. കാര്യം സ്വത്രം പെട്ടെന്ന് ഭയം കയറി വരിക. സ്വത്രം. ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയവും ആത്മാവിൽ ശാസിച്ചാട്ടെ. രക്തത്താൽ ക്ഷയമെടുത്താൽ സ്വത്രം. രക്തത്താൽ യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ക്ഷയമെടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില അപകടങ്ങളെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ച ആരൊക്കെയോ ഇതിനകത്തിരിപ്പുണ്ട്. പരിശുദ്ധൻ പറയുന്നു, അപകടങ്ങളെ കുറിച്ചുള്ള സൂചനകൾ, ആപത്തുകൾ ഒഴിഞ്ഞു പോകുമെന്ന് ആത്മാവിന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുകയാണ്. രക്തത്താൽ ക്ഷയമെടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ്
അപകടങ്ങളെ കുറിച്ചുള്ള ചില സൂചന ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വത്രം പ്രാർത്ഥിക്കുമ്പോൾ അവൻ സ്വത്രം മുമ്പിൽ ഒരു അപകടം അവൻ മുമ്പിൽ വരാനിരിക്കുക. അങ്ങനെയുള്ളവരോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ അവൻ ഇങ്ങനൊരു ദൂത് പറഞ്ഞുറപ്പിക്കുന്നു. അവൻ സ്വത്രം അവൻ ഇനി ആ ദൂത് അറിയിച്ചതിന് പിറകിൽ അപകടങ്ങൾ അവൻ ഒഴിഞ്ഞു പോകാനാണ്. ഒന്ന് പറഞ്ഞ ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നു, രാത്രി കഴിഞ്ഞു പോവുകയാണ്. അവൻ യേശുവിന്റെ നാമത്തിൽ ആ ഭയങ്ങൾ ഇന്ന് രാവിലെ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന് മുമ്പിൽ ഒരു വലിയ സമാധാനം വെളിപ്പെടുവാൻ വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ രാവിലെ കേൾപ്പിച്ചതായ നല്ല ദൂതുകൾക്കായി, നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന, ഞങ്ങളെ തിരഞ്ഞു നടക്കുന്ന, ഞങ്ങൾക്ക് വിരോധമായി അവൻ ഒരുക്കുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സ്വർഗം അഴിച്ചു തരണമേ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ മുന്നേറാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. താഴ്മ ധരിച്ചുകൊണ്ട് ആത്മാവിൽ വീരാൻ കർത്താവ് സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികൾ തക്ക സമയമാണെന്ന് ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നു. കർത്താവേ, അവൻ ഏതെങ്കിലും സമയത്തിലല്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ഒരു തക്ക സമയം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. നടക്കില്ലെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്ന കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ അവൻ പരിശ്രമിക്കുകയാണ്. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൂത് കേട്ടുകൂടിയ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആലോചനകൾ, ഈ വചനത്തിന്റെ ശബ്ദം പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചനമായി, ഒരു പ്രൊഫറ്റിക്കൽ വേർഡായി ആത്മാവിൽ ജനത്തിനുവിൽ പരിശുദ്ധാത്മാവ് കൈമാറി അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷ ലീഡ് ചെയ്തതായ ബഹുമാന കർത്താവ് ദാസിയെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദൈവാസിയെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ കർത്താവ് നിറയ്ക്കും. ഇവിടെ സംബന്ധിച്ച എല്ലാവരും കർത്താവ് സഹായിക്കണമേ. വന്നതുപോലെയല്ല കർത്താവ്, ആത്മാവിന്റെ ധൈര്യം അനുഭവിച്ചുകൊണ്ട്, ആത്മാവിന്റെ ബലം അനുഭവിച്ചുകൊണ്ട് ദൈവ കൃപയോടെ മുന്നേറാൻ പരിശുദ്ധാത്മാവ് ഈ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ കർത്തദാസന്മാരെല്ലാവരെ കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനം ഒരനുഗ്രഹമായിരിക്കട്ടെ. അവിടുന്ന് പ്രാർത്ഥനയിലേക്ക് നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.